മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് മാർച്ച് മാസം 19-ാം തീയതി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ ആഗോള സഭയിൽ ആഘോഷിക്കപ്പെടുന്ന ദിവസമാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു മാതൃക, അദ്ദേഹം ഒരു നിശബ്ദ സംവിധായകനായിരുന്നു. രക്ഷാകര ചരിത്രത്തിൽ അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ടെങ്കിലും അദ്ദേഹം അധികം പ്രസരിപ്പ് പ്രകടിപ്പിക്കാതെ നിശബ്ദനായി എല്ലാം സംവിധാനം ചെയ്ത ഒരു സംവിധായകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അധികം പരാമർശങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. എൻ്റെ മനസ്സിൽ ഈ സമയത്ത് ഓർമ്മ വരുന്ന ഒരു ചെറിയ സംഭവം, ശ്രീ മൊറാർജി ദേശായി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടം. അന്ന് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രിമാരിൽ ഒരാളായിരുന്നു ശ്രീ വാജ്പേയി. ശ്രീ വാജ്പേയിയും അദ്ദേഹത്തിൻ്റെ 2 സഹമന്ത്രിമാരും കൂടി ഒരു വിമാനയാത്ര നടത്തിയ സംഭവമുണ്ട്. ആ വിമാനത്തിൽ 5 പേരായിരുന്നു യാത്രക്കാരായിട്ടുണ്ടായിരുന്നത്. ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന വാജ്പേയി, അദ്ദേഹത്തിൻ്റെ 2 സഹമന്ത്രിമാർ, വാജ്പേയിയുടെ 2 അംഗരക്ഷകർ. അങ്ങനെ വിമാനം യാത്ര പോകുന്ന സമയത്ത് പെട്ടെന്നാണ് താഴെ നിന്നും അവർക്ക് അറിയിപ്പ് കിട്ടിയത്. വിമാനത്തിന് സാരമായ കേട് സംഭവിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഒരു ലാൻഡിങ് എടുക്കണം എന്നുള്ള നിർദ്ദേശം, ഡയറക്ഷൻ കിട്ടി. ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ വൈമാനികർ 2 തരത്തിലാണ് വിമാനം താഴേക്കിറക്കുക. ഒന്നുകിൽ വിമാനം നോസ് ലാൻഡിങ് എടുത്ത് വിമാനത്തിൻ്റെ മുൻഭാഗം കുത്തി താഴേക്കിറക്കാം, അങ്ങനെയാണ് സഡൻ ലാൻഡിങ് എടുക്കുക. അല്ലെങ്കിൽ വിമാനത്തിൻ്റെ വാലുഭാഗം, പിൻഭാഗം കുത്തി വിമാനം താഴേക്കിറക്കാം. ഇത് രണ്ടും വൈമാനികർക്ക് സാധ്യമാണ്. വൈമാനികർ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെ വഹിക്കുന്ന വൈമാനികർ, അവർ ഈ സ്ഥാനം അല്ലെങ്കിൽ ആ ഡ്യൂട്ടി ഏറ്റെടുക്കുമ്പോൾ വളരെ ഗൗരവമായിട്ടുള്ളൊരു പ്രതിജ്ഞ കൂടി എടുക്കാറുണ്ട്. ഒരു അപകട സാഹചര്യത്തിൽ യാത്രക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ വലിയ ഡ്യൂട്ടി. പ്രത്യേകിച്ച് അത് രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ അവർക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്ത് യാത്രക്കാരുടെ ജീവനെ സുരക്ഷിതമാക്കണം എന്നുള്ള വലിയ പ്രതിജ്ഞയാണ് അവരെടുക്കാറ്. പക്ഷേ സാധാരണ അവരാരും അത് പാലിക്കാറില്ല. നമ്മുടെ ഈ വിമാനത്തിൻ്റെ വൈമാനികൻ, അദ്ദേഹത്തിൻ്റെ പേര് തോമസ് കറിയ എന്നായിരുന്നു, പ്രധാന വൈമാനികൻ. അദ്ദേഹത്തിന് 2 സഹ വൈമാനികർ കൂടി ഉണ്ടായിരുന്നു. ഈ 3 പേരും ചിന്തിച്ചു. പ്രധാനമായിട്ടും ഒന്നാമത്തെ പ്രധാന വൈമാനികനായിരുന്ന സ്കറിയ തോമസ്, അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരു നോസ് ലാൻഡിങ് എടുക്കാം. നോസ് ലാൻഡിങ് എടുത്താൽ മിക്കവാറും ജീവൻ ഹോമിക്കേണ്ടി വരിക ഈ 3 പേരുടെയാണ്. താഴെ സിസ്റ്റത്തിലേക്ക് അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊരു നോസ് ലാൻഡിങ് ആണ് എടുക്കാൻ പോകുന്നത്. താഴെയുള്ള സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നവർ പോലും അത്ഭുതപ്പെട്ടു പോയി. ആരും ചെയ്യാത്ത ഒരു വലിയ സാഹസവും ഒരു ആത്മാഹുതിയുമാണ് അവർ നടത്താൻ പോകുന്നത്. അങ്ങനെ അവരാഗ്രഹിച്ച പോലെ തന്നെ അവർ ഒരു നോസ് ലാൻഡിങ് എടുത്തു. വിമാനം മുൻഭാഗം കുത്തി വിമാനം താഴേക്കിറക്കി. പ്രതീക്ഷിച്ച് തന്നെ സംഭവിച്ചു. 3 വൈമാനികരും ആ അപകടത്തിൽ മരിച്ചുപോയി. പക്ഷേ യാത്രക്കാർ 5 പേരും വളരെ സുരക്ഷിതരായി രക്ഷപ്പെട്ടു. പക്ഷേ പിറ്റേ ദിവസം പത്രത്തിൽ വന്ന വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു. അത്ഭുതകരമായി വാജ്പേയിയും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരും അംഗരക്ഷകരും രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമ്മൾ വായിച്ചത്. വാസ്തവത്തിൽ ഉണ്ടായത് ഈ 3 പേരുടെ ആത്മാഹുതിയാണ്, ജീവത്യാഗമാണ്. അവർ നടത്തിയ ജീവത്യാഗത്തിൻ്റെ മുമ്പിൽ ഇവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ ഇവരുടെ പേര് പോലും ആദ്യ ദിവസം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. 2ാമത്തെ ദിവസം ദീപിക പത്രത്തിലാണ് ഇങ്ങനൊരു സംഭവം പറഞ്ഞത്. ഇവർക്ക് വേണ്ടി മരിച്ച സ്കറിയ തോമസിൻ്റെയും സഹവൈമാനികളുടെയും കഥ മുഴുവൻ എഴുതി പ്രസിദ്ധം ചെയ്ത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് ആ സംഭവം വായിച്ച അവസരം മുതൽ അതുമായി ഞാൻ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ കമ്പയർ ചെയ്യാറുണ്ട്. കാരണം അദ്ദേഹം ഇതുപോലെ തിരുക്കുടുംബത്തിന് വേണ്ടി, രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സ്വയം ത്യാഗം ചെയ്ത ഒരു നിശബ്ദ സംവിധായകനായിരുന്നു. അതാണ് ഞാൻ അദ്ദേഹത്തിൽ കണ്ട വലിയ ഒരു സന്ദേശവും ചൈതന്യവും.
നമുക്ക് അദ്ദേഹത്തെ മാതൃകയാക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമ്മൾ നിശബ്ദ സംവിധായകരായി മാറി നിൽക്കുമ്പോൾ ദൈവ തിരുമുമ്പിൽ നമ്മൾ വിലപ്പെട്ടവരായിത്തീരും. അദ്ദേഹം ജീവിതത്തിൽ പരിത്യാഗത്തിൻ്റെ ഒരു മഹനീയ മാതൃക കൂടിയായിരുന്നു. ജീവിതത്തിലുടനീളം ത്യാഗത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് പരിത്യാഗത്തിൻ്റെ മാതൃകയായ ആ മഹാവിശുദ്ധൻ നമുക്ക് ഏവർക്കും മാതൃകയാവട്ടെ. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ സാദരം നേർന്നുകൊള്ളുന്നു.